ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് വ്ളോഗും അതിൻ്റെ കൂടെ കപ്പ ബിരിയാണി, അതായത് ടപ്പോക്ക അല്ലെങ്കിൽ കസാവ, പിന്നെ നമ്മൾ കൊള്ളിക്കേങ്ങെന്ന് പറയട്ടാ. അപ്പം അതിനെ കൊണ്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെയെല്ലാം പോലത്തെ ബിരിയാണി ആയിരിക്കും. പക്ഷേ ഇത് വെറൈറ്റിയാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ രാവിലെ തന്നെ മക്കളെ മദ്രസയിലേക്ക് കൊണ്ടുവിടുന്നതാണ്. ശാന്തമായ ആകാശം, അങ്ങനെ മഴയൊന്നുമില്ല. അപ്പം ഇന്ന് വല്ലാണ്ട് വെയിലൊന്നും വരുന്നുമില്ല കേട്ടാ. അപ്പം ഫുൾ ഒരു മീഡിയത്തിലാണ് നമ്മുടെ പ്രകൃതി ഉള്ളത്. അപ്പം കണ്ട മഴ പെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം മഴയില്ല. ഒന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള ഇങ്ങനെ എയറും അതുപോലെ പ്രകൃതിയെല്ലാം ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു റീഫ്രഷ്മെൻറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. നിൽക്കാനും ഇരിക്കലും ഇല്ലാത്ത സമയമാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രി ചെമ്മീൻ മസാല, കൊഞ്ചം മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനെ. അപ്പം അതിനെക്കൊണ്ട് ഞാൻ അടയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നിങ്ങൾ കൊഞ്ചം നൂൽപ്പിട്ടെല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യം അടയാണ്. അതുപോലെ അട ഞാൻ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അയില വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. മാവ് കുഴച്ചിട്ടുള്ളത് ആമീസ് പൊടിയും പച്ചവെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ്. വേറൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അരിപ്പൊടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. റേഷൻ അരിയില്ലേ, അത് അന്നേരം തന്നെ കഴുകിയിട്ട് ഒന്ന് ഫാൻ്റെ ചോട്ടിൽ തുണി വിരിച്ചിട്ട് ആറാൻ വെച്ചാൽ മതി. എന്നിട്ട് നേരെ നമ്മൾ മില്ലിൽ പോയി കൊടുത്തിട്ട് പൊടിച്ചാൽ നമുക്ക് പത്തിരിയും എല്ലാം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം എല്ലാം ഗ്രൈൻഡറിൽ രാവിലെ തന്നെ അരി അരച്ച് ഒറോട്ടിപ്പത്തിലെല്ലാം അങ്ങനെയാണ് ചുട്ടെടുക്കുക. ഇപ്പം നമ്മളെല്ലാം കൂടുതലായിട്ട് മടി പിടിച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അരിപ്പൊടി കൊണ്ടാണ് ഇപ്പം ചുട്ടെടുക്കൽ. പിന്നെ പ്രത്യേകിച്ച് ടൈമും ഇല്ല. പണ്ടുള്ള ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഓർക്ക് എങ്ങനെയാ നേരം പോകുന്നതെന്ന് തിരിയൂല. കാരണം ഫുൾ ടൈം അടുക്കളയിൽ തന്നെ പണിയെടുക്കൽ തന്നെ. പിന്നെ ഫോണും നോക്കലില്ല, ടി വിയും കാണലില്ല, ഒന്നും ഇല്ലല്ലോ. പിന്നെ ഓർക്ക് അത് ഒരു സമാധാനം തന്നെയാണ് കേട്ടോ. ഈ പത്തിലെല്ലാം ചുട്ടിട്ട് ഹസ്ബൻഡിൻ്റെയും മക്കളെ മുന്നിലെല്ലാം വെച്ചു കൊടുത്ത് ലാസ്റ്റാണ് ഓര് കഴിക്കുക. ചിലപ്പം ഉണ്ടാവില്ല, തലേനത്തെല്ലാം ചട്ടിയെല്ലാം പഠിക്കലാണ് ഉണ്ടാവുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. പിന്നെ മാത്രമല്ല ഒരിക്കുണ്ടോ എല്ലാം നോക്കിയിട്ടാണ് കഴിക്കൽ കേട്ടോ. പണ്ട് അങ്ങനെയല്ല, കുറേ ആളുണ്ടാവും, കൂട്ടുകുടുംബം ഉണ്ടാവും. കൂട്ടുകുടുംബം നല്ലതുമാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, പെണ്ണുങ്ങന്മാരുടെ കാര്യങ്ങൾ നമ്മൾ അറിയേയില്ല. പ്രത്യേകിച്ച് ചെറിയ മക്കളും ആണുങ്ങന്മാരും ഒന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റം മൊത്തത്തിൽ മാറ്റമാണ്. പിന്നെ ടി വി ഉണ്ട്, മൊബൈലുണ്ട്, ഒന്നും സമയം പോകുന്ന തിരിയുന്നില്ല കേട്ടോ. ഞാൻ അടയെല്ലാം സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതി, വേഗത്തിലായി കിട്ടും. വായില നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് മാവ് ഇങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെമ്മീൻ മസാല വെച്ച് കൊടുത്തിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടിയിലത്തെ സ്റ്റീമറിൻ്റെ പാത്രമുണ്ട്, അതിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് തിള വരുമ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 3 എണ്ണം ഉണ്ടേനും 2 എണ്ണം ഇപ്പം വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു തട്ട്. ഇതിന് മുന്നേ ഞാൻ ചെമ്മീൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിം മസാല തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൊട്ട് മേലെ ഐ ബട്ടൺ ഉണ്ടാവും, ഒരു കണ്ണിൻ്റെ പിക്ചർ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ചെമ്മീൻ നൂൽപ്പെട്ടിൻ്റെ റെസിപ്പി ഉണ്ടാവും. അത് കണ്ടോക്കട്ടെ. ആ ഒരു ചെമ്മീൻ മസാല അതിൻ്റെ കൂടെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് കാണാൻ മറക്കല്ലേ. കാരണം മക്കൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. കുട്ടി കുട്ടി അടയാക്കാൻ പറ്റും. ഞാൻ കത്രി കൊണ്ട് മുറിച്ചില്ലേ, അതുപോലെ നമുക്ക് വായിൽ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗൾഫിലുള്ള ആൾക്കാരാണെങ്കിൽ ഫോയിലാണ് ഞാൻ ആദ്യം ഉണ്ടാക്കൽ. വായില കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫോയിലാണ് ഉണ്ടാക്കുക. അതിനിടയിൽ ഞാൻ മക്കൾ ഭക്ഷണം കഴിച്ച് ഓരോ ഞാൻ സ്കൂളെല്ലാം കൊണ്ടുപോയി കൊടുത്തേട്ടാ. ഓർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ നാടൻ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മസാല നൂൽപ്പെട്ട്, കൽമാസ്, അതുപോലെ ഇത് കുഞ്ഞിപ്പത്തിലെല്ലാം ഓർക്ക് ഇഷ്ടമാണ്. എരിവാണെങ്കിലും ഒരു കഴിച്ചോളും. അതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റയിലൊന്ന് നോക്കുന്നുണ്ട്. ഇതുവരെ മുറ്റത്ത് നല്ലോണം പുല്ല് മുളക്കുന്നുണ്ട്. ഇൻ്റർലോക്കിൻ്റെ ഇടയിലോട്ട് തന്നെ പുല്ല് മുളക്കുന്നുണ്ടേനും. അപ്പം അതെല്ലാം ഇന്നലെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മനെ ട്യൂഷന് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം എക്സാം ആയതുകൊണ്ട് തന്നെ ഓനിക്ക് സ്കൂളില്ല. ഉച്ചക്കാണ് സ്കൂള്, 1:30 മണിക്കാണ് എക്സാം തുടങ്ങുക. 1:30 അല്ല, 1:45. ഇനി എനിക്ക് ക്ഷമ ഉണ്ടാവില്ല. വിശന്ന് കണ്ണ് കാണുന്നില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടേനും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വെള്ളമാണ് കുടിക്കാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 അടയും എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റും മക്കളെ ഫേവറേറ്റും എല്ലാമാണ്. ഹസ്ബൻഡ് മീൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കല. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ചെമ്മീൻ തന്നെയാണ്. അതിനെ ഒന്നും മറികടക്കാനാവില്ല. പിന്നെ മസാല നൂൽപ്പെട്ടില്ലേ, അതും ചെമ്മീനെ കൊണ്ട് തന്നെയാണ് ടേസ്റ്റ്. ഉച്ചക്കത്തെ ചോറും കറിയും ഞാൻ കാണിക്കുന്നില്ല, അതെന്നോട് വിട്ടുപോയിട്ടുണ്ട്. അത് സാധാരണ ചോറും തേങ്ങ അരക്കാത്ത പരിപ്പിൻ്റെ അറിയും ചീര തോരനില്ലേനും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മനെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഉച്ചക്ക് എക്സാമിന്. അപ്പോൾ ടൗണിൽ തന്നെയാണ് സ്കൂള്. അത് കഴിഞ്ഞ് ഞാൻ നേരെ മീൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്.
ഇവിടെ തന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് തന്നെ കപ്പ കൊള്ളിക്കേങ്ങുണ്ട്. അപ്പം അതും 1.5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ മാർക്കറ്റിൽ ഈ ഒരു സമയത്തെല്ലാം വന്നാൽ ഇഷ്ടംപോലെ മീൻ ഉണ്ടാവും. തൊട്ടപ്പുറത്ത് തന്നെ ഫ്രൂട്ടും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം ഞാൻ മക്കൾക്ക് സ്നാക്സ് ബോക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മുന്നത്തെ വ്ളോഗിൽ ഞാൻ വേറൊരു സ്ഥലത്തു നിന്നാണ് ഫ്രൂട്ടും എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇപ്പം ഞാൻ ഇവിടെ വരുത്ത് കുറവാണ്, പ്രത്യേകിച്ച് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റൂല. അപ്പം അവനെ കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നേരെ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ട് കപ്പയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ബൗളാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കപ്പയാണ് ഒരു 1.5 കിലോന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ കപ്പ ചേക്കലടിക്കുക എന്ന് പറയും. അതിൻ്റെ പുറം ഭാഗത്ത് കറുത്ത കുത്തുണ്ടാവും. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കപ്പ കേടായിട്ടുണ്ടാവും കേട്ടോ. അതിന് നമ്മൾ ചേക്കലടിക്കുക എന്നാണ് പറയുക. പക്ഷെ അതൊന്നും ആയിട്ടില്ല, ചെറിയൊരു ഭാഗം മാത്രം അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സ്മെല്ലെല്ലാം ഉണ്ടാവും, അത് എടുക്കാൻ പറ്റൂല. ഇനി ഇത് നന്നായിട്ട് ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്. വൈകുന്നേരം മക്കൾ വന്നു കഴിഞ്ഞാൽ ചൂടാല അവർക്ക് കഴിക്കാലം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നബിദിനത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് മദ്രസയെല്ലാം പോകേണ്ടതുണ്ട്. പിന്നെ ഒന്നിനും ടൈമില്ല. നബിദിനം ഇങ്ങ് അടുത്തെത്തേനായി, മൗലൂദ് മാസം ആയിട്ടുണ്ട്. മദ്രസയിൽ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഗേൾസിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫ് സ്റ്റേജ് പരിപാടികളും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മക്കളും എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. അപ്പം നബിദിനം ഇനി ചൊവ്വാഴ്ചയാണ് വരുന്നത്. അപ്പം അന്ന് ബോയ്സിന് പരിപാടികളും സമ്മാനം കൊടുക്കലും ഫുഡ് ഉച്ചക്കത്തെ ചോറും എല്ലാം ഉണ്ടാവും. പിന്നെ ആടുത്തെ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ നബിദിനത്തിൻ്റെ നെയ്ച്ചോറും പരിപ്പിൻ്റെ കറിയും ഇറച്ചിക്കറിയും എല്ലാം ഉണ്ടാവും. അത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ആ ഒരു ചോറിന്. നമ്മൾ വെച്ചാലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. ഞാൻ കപ്പയെല്ലാം നന്നായിട്ട് കഴുകി ക്ലീനാക്കി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കത്തി കൊണ്ട്. വീണ്ടും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേറൊന്നും ഇനി ചെയ്യണ്ട. ഇനി നേരെ കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു 4 വിസിൽ 5 വിസിൽ ഞാൻ അടിക്കുന്നുണ്ട്. എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. അല്ലെങ്കിൽ ഒരു 3-4 വിസിൽ മതി. കാരണം ഇത് നന്നായിട്ട് വെന്തടിയണം. ഇങ്ങനെ പീസായിട്ട് ഉണ്ടാവരുത് കേട്ടോ. അപ്പം നല്ല കൊള്ളിയാണെങ്കിൽ നന്നായിട്ട് വെന്തടിയും, അല്ലെങ്കിൽ ഒരു പീസ് പോലെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു വറക്കാനെല്ലാം പറ്റിയ ഒരു കൊള്ളി പോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് എടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രക്കും നല്ലതാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ മുറിച്ച് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു സ്മെല്ല് വരും കേട്ടോ. അതിന് ശേഷം ഞാൻ കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ കണ്ട നിങ്ങൾ നല്ല കപ്പയല്ല, നമുക്ക് പീസായിട്ടാണ് കിട്ടുന്നത്. കുറേ നേരം ഞാൻ വിസിൽ വന്നിട്ടുണ്ട്. നല്ല കപ്പയാണെങ്കിൽ നന്നായിട്ട് വെന്തടിയും. ഞാൻ ഓരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കപ്പ നോക്കി തരണമെന്ന്. പക്ഷേ എന്നെ പറ്റിച്ചോ എന്നറിയില്ല. പിന്നെ ഓർക്ക് മനസ്സിലാവോ ഇല്ലല്ലോ. നമുക്ക് ലെക്കുണ്ടെങ്കിൽ നല്ലത് കിട്ടും. ഇപ്രാവശ്യം ലെക്കില്ല. ഇനി ഞാൻ രാവിലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിക്കറി. ഇത് ബീഫ് കറിയാണ്. ബീഫ് കൊണ്ടാണ് കപ്പ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയൊന്നും വാട്ടാണ്ട് നോർമലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ബീഫ് കറിൻ്റെ റെസിപ്പിയും ഞാൻ തൊട്ട് മേലെ ഐ ബട്ടണിൽ ഇടുന്നതായിരിക്കും. ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയും എന്നുള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടോക്കും. വെറും റെസിപ്പി മാത്രം കണ്ടാൽ മതി കേട്ടോ. നമുക്ക് ബാച്ചിലേഴ്സ് ആയിട്ടെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത്രക്കും ഈസിയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും ഒരു അരമണിക്കൂർ വെച്ചാലാണ് കുറച്ചും കൂടിയും ടേസ്റ്റും ഡാർക്ക് കളറെല്ലാം ആയിട്ട് മാറല്. ഇനി ഞാൻ ഈ ഒരു കപ്പയിൽ ഇറച്ചിക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കണം. ഞാൻ മാക്സിമം ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും കപ്പേൻ്റെ പീസെല്ലാം അവിടെ കാണുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ വറ്റൽ മുളക് തൂവിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ആദ്യം തന്നെ വറ്റൽ മുളകും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കേണ്ടതാണ്. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽ മുളക് ഇടാൻ മറന്നുപോയി. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി കുനുകുനാന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റായി. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുനാരങ്ങയില്ല. അതിന് പകരം നമുക്ക് വിനേഗറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ കഴിക്കുമ്പം എരിവും പുളിയും എല്ലാം മിക്സ് ആയിട്ടാകുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് തട്ടുകടയിലും ഹോട്ടലിലെല്ലാം ഇതുപോലെ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ കപ്പ ബിരിയാണി എന്ന് പറയുന്നത്? നമ്മൾ ബിരിയാണി ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയെല്ലാം വെക്കുമ്പം നമ്മൾ മസാലയെല്ലാം ഇടൂലേ? ഇത് അതുപോലെയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവർ കപ്പ ബിരിയാണി എന്ന് പറയുന്നത്? പണ്ടേ നമ്മൾ ദുബൈയിലുള്ള സമയത്ത് ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ചപ്പം ഹസ്ബൻഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കപ്പ ബിരിയാണി. ആ ടൈമിന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് മസാലയിൽ ഇട്ടിട്ട് കപ്പ ബിരിയാണി ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ആ ടൈമിന് കഴിക്കുന്നത്.
പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ, ഇറച്ചിക്കറിയും ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് തരുന്നതാണ്. പക്ഷേ അന്നത്തോടെ ആ ഒരു ബിരിയാണീൻ്റെ കൺസെപ്റ്റ് തന്നെ മാറി. ബിരിയാണി പല വിധത്തിലുണ്ടാവുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ ഒരു കപ്പ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ഒരു ഹാർട്ട് ഷേപ്പ് കമൻറ്റെങ്കിലും ചെയ്യണേ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പി ആയിട്ടും പുതിയ പുതിയ വ്ളോഗുമായിട്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം, നിങ്ങളാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ, മസ്സലാമ.